വിദ്യാഭ്യാസ കാര്യങ്ങളിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം എന്ന തീരുമാനം കൈക്കൊണ്ടത് ജനുവരി 7 കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ്. നിലവിലുള്ള 50% സംവരണത്തെ നിലനിർത്തിക്കൊണ്ടാണ് പുതിയ തീരുമാനം. സവർണ വിഭാഗങ്ങൾ തങ്ങളെ കൈവിട്ടെന്ന് 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് ബിജെപി മനസ്സിലാക്കി കഴിഞ്ഞു. മുൻപെന്നും സംവരണ ആവശ്യങ്ങളോട് ബിജെപി അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. ഗുജറാത്തിൽ സംവരണ പ്രക്ഷോഭം നയിച്ച ഹാർദിക് പട്ടേലിനെ ജയിലിലാക്കാൻ പോലും ബിജെപി സർക്കാർ തയ്യാറായി. നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രം ജയിക്കാമെന്ന് ഇപ്പോൾ ബിജെപി കരുതുന്നില്ല. ഗാന്ധി കുടുംബത്തിനെതിരായ അഴിമതി പരാമർശങ്ങൾ ഇപ്പോൾ വില പോകുന്നില്ല. മാത്രവുമല്ല, ഈ അഴിമതി ആരോപണമല്ലാതെ അതൊന്നും അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല എന്നത് ആരോപണങ്ങളുടെ വിശ്വാസ്യത കുറയ്ക്കുന്നു. അതേസമയം മോഡി തന്നെ അഴിമതി ആരോപണ കുരുക്കിലാണ്. രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്ന റാഫേൽ അഴിമതി ആരോപണത്തെ ഫലപ്രദമായി ചെറുക്കാൻ സർക്കാരിനായിട്ടില്ല എന്ന അഭിപ്രായം ബിജെപിക്കുള്ളിൽ തന്നെ സജീവമാണ്. റാഫേലിൽ കൃത്യമായ വിശദീകരണത്തിന് പകരം രാഹുൽ ഗാന്ധിക്കെതിരെ ആരോപണം ഉന്നയിക്കാനാണ് ആഭ്യന്തരമന്ത്രി മുതൽ പ്രതിരോധ മന്ത്രി വരെ സമയം കണ്ടെത്തുന്നത് എന്നത് റാഫേൽ ആരോപണം ബിജെപിയെ എത്രത്തോളം പുറകോട്ടടിപ്പിച്ചു എന്നതിന് ഉദാഹരണമാണ്. ബിജെപിയെ അധികാരത്തിലെത്തിച്ച ഹിന്ദുത്വ കാർഡ് പോലും ഇപ്പോൾ പണ്ടേ പോലെ വലിക്കുന്നില്ല. രാമക്ഷേത്ര വിഷയത്തിലെ ധൃതി സുപ്രീം കോടതി അംഗീകരിച്ച മട്ടുമില്ല. ഓർഡിനൻസ് കൊണ്ടുവരുന്നതിൽ ബിജെപിക്ക് ആശയക്കുഴപ്പം ഉണ്ടുതാനും. സർക്കാരിന്റെ SC/ST അട്രോസിറ്റി ആക്ട് ബിജെപിയുടെ മേൽജാതി വോട്ടിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. സപാക്കിനെ പോലുള്ള മേൽജാതികളുടെ സംയുക്ത സംഘടന മധ്യപ്രദേശിൽ ബിജെപിയുടെ സാധ്യതയെ സാരമായി ബാധിച്ചത് നാം കണ്ടതാണ്. അപ്പോൾ 2019 തെരഞ്ഞെടുപ്പിൽ മോഡി സർക്കാരിന് ഒരു തുറുപ്പുചീട്ട് വേണം. ആ തുറുപ്പുചീട്ടായിട്ടാണ് സാമ്പത്തിക സംവരണത്തെ സർക്കാർ കാണുന്നത്. കുറച്ചുകാലമായി ഈ ആവശ്യം ഉയരുന്നുണ്ടെങ്കിൽ ബിജെപി വേണ്ടത്ര ഊന്നൽ കൊടുത്തിരുന്നില്ല. രാംദാസ് അഥാവാലെ പോലുള്ള നേതാക്കൾ മേൽജാതിയിലെ നിർധനർക്ക് 25% സംവരണമാണ് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ധൃതി പിടിച്ച് 10% സാമ്പത്തിക സംവരണത്തിന് നിലപാടെടുക്കുന്നത് ബിജെപിയുടെ നിവർത്തികേടുകൊണ്ടാണെന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്തെത്തിച്ച പ്രധാന വോട്ട് ബാങ്ക് SC/ST OBC തുടങ്ങിയ വിഭാഗങ്ങളാണ്. നരേന്ദ്രമോദിയുടെ വരവ് തന്നെ പാർട്ടിയെ മേൽജാതി ഇമേജിൽ നിന്നും പതിയെ മാറ്റിയിരുന്നു. ഉത്തർപ്രദേശിലെ 71 സീറ്റ് എന്ന നേട്ടം ഈ വിഭാഗങ്ങളുടെ സംഭാവനയാണ്. ബിജെപി ഇപ്പോൾ കളിച്ച കളി തീക്കളിയാണ്. സാമ്പത്തിക സംവരണം ജാതി സംവരണത്തിന്റെ മരണമണിയാണെന്ന് രാജ്യത്തെ കീഴ്ജാതിക്കാർക്ക് തോന്നലുണ്ട്. 2015 RSS മേധാവി മോഹൻ ഭഗവത് ജാതി സംവരണം സംബന്ധിച്ച് ഒരു പുനഃപരിശോധന ആവശ്യമാണെന്ന് പറഞ്ഞത് ഈ വിഭാഗങ്ങൾക്ക് ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് തിരിച്ചറിഞ്ഞാണ് SP, BSP, RJD തുടങ്ങിയ പാർട്ടികൾ സർക്കാരിനെ കടന്നാക്രമിച്ച് രംഗത്തെത്തിയത്. ഉത്തർപ്രദേശിലെ മഹാസഖ്യം ഇപ്പോൾ തന്നെ കീഴ്ജാതി വിഭാഗങ്ങളെ ബിജെപിക്കെതിരെയാക്കിയിട്ടുണ്ട്. ഒപ്പം സാമ്പത്തിക സംവരണം കൂടിയാകുമ്പോൾ എരുതിയിൽ എണ്ണയൊഴിച്ച പോലെയാകും. പരമ്പരാഗത മേൽജാതി വോട്ട് തിരിച്ചുപിടിക്കാനുള്ള ഈ നീക്കം കീഴ്ജാതി വിഭാഗങ്ങളിലേക്കുള്ള തിരിച്ചടിക്ക് വഴിവെക്കാം. 10% സാമ്പത്തിക സംവരണം കൊണ്ടുവരുന്നത് അച്ഛേദിൻ വാഗ്ദാനം നടപ്പാക്കാത്തതിന്റെ ആകുലതകളാണ് കാണിക്കുന്നതെന്ന് വിമർശിക്കുന്നവരുമുണ്ട്. തൊഴിലില്ലായ്മ രൂക്ഷമായ സാഹചര്യത്തിൽ യുവാക്കളെ എങ്ങനെ സ്വാധീനിച്ചുവെന്ന് ഛത്തീസ്ഗഡ് കാണിച്ചു തന്നു. മോഡിയെ അധികാരത്തിൽ എത്തിച്ച മറ്റൊരു വിഭാഗം യുവാക്കളായിരുന്നു. 2019 പൊതു തെരഞ്ഞെടുപ്പ് എളുപ്പമല്ലെന്ന് ബിജെപി തിരിച്ചറിഞ്ഞു തുടങ്ങി. അതിന്റെ പ്രതിഫലനമാണ് സാമ്പത്തിക സംവരണം എന്ന തൂർപ്പുചീട്ട്. എന്നാൽ തൊഴിൽ മേഖലയിൽ തൊഴിലില്ലെങ്കിൽ പിന്നെ എന്ത് സംവരണം എന്ന് ചോദിക്കുന്നവരുമുണ്ട്.